ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി അടിമാലിയിലും പരിശോധന. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാറിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിമാലിയിലെത്തിയത്. മെക്കാനിക്ക് പണികൾക്കായാണ് ഉടമ കാർ അടിമാലിലെത്തിച്ചത്. മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത്. നിലവിൽ കാറിന്റെ 5ാമത്തെ ഉടമയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ചിപ്പു എൽസി ഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസർ കാറുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിമാലിയിൽ എത്തിയത്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. മെക്കാനിക് പണികൾക്കായാണ് കാർ അടിമാലിയിൽ എത്തിച്ചിരുന്നത്. മെക്കാനിക് ജോലികൾ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായിട്ടുള്ളത്. 2023 സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറം തിരൂർ സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശില്പ വാഹനം വാങ്ങിയത്. മുമ്പ് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ഇത്. തിരൂർ സ്വദേശികളായ ഡീലർമാർ കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള NOCയും RC ബുക്കും കാണിച്ചിരുന്നുവെന്നും ശില്പ പറഞ്ഞു. ഞാനാണിപ്പോ ഇതിന്റെ ഓണർ, കറണ്ട് ഓണർ. മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL 55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. കർണാടകയിലെ NOC നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ KL 55 രജിസ്റ്റർ ചെയ്തു, അതും നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ശരിക്കും ഇതില് ഈ ഒരു ഇഷ്യൂല് പെട്ടുപോയ സാധാരണക്കാരായ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം കറന്റ്ലി നമ്മളുടെ വണ്ടി ഉള്ളത് ഫുൾ രജിസ്ട്രേഷന് വേണ്ടി കിടക്കും. അതിൽ ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ മെക്കാനിക്കൽ വർക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഈ മെക്കാനിക്കൽ തന്നെ 2 ലക്ഷം രൂപയായി. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് 15 lakhs ആണ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് 2 lakhs ആയി. പിന്നെ ബാക്കി ഇവിടുത്തെ എക്സ്പെൻസ്. അപ്പൊ ഇതെല്ലാം നമ്മളെ പോലെയുള്ള ഒരു സാധാരണ, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പം സാധാരണ ആൾക്കാർ ഇത് ബെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഈ ഒരു വണ്ടിയിലാണ്. കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. നിലവിൽ വാഹനത്തിന്റെ ഇപ്പോഴത്തെ ഉടമയായ ശില്പ വാഹനത്തിന്റെ 5ാമത്തെ ഓണറാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകൾക്കായി ശില്പ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. റാലി ഡ്രൈവറായ ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം കിട്ടിയ തുക കൂട്ടിവെച്ചാണ് തിരൂർ സ്വദേശികളിൽ നിന്നും ലാൻഡ് ക്രൂയിസർ 96 മോഡൽ കാർ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. വാഹനം നഷ്ടമായാൽ ഇതുവരെ താൻ കൂട്ടിവെച്ച സമ്പാദ്യം ഇല്ലാതാകുമോ എന്ന ആശങ്കയും ശില്പ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.